ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ലോങ് വീഡിയോ അങ്ങനെ ഇടാത്തത്. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഏട്ടനുണ്ട് കൂടെ. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങൾ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് പോവാണ്. വയനാട് ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്താൻ ഒരു 5:30 ആവൂലേ? ഏകദേശം ഒരു 5:30 ആവും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പം ബാക്കി വഴിയെ നമുക്ക് കാണാം. ഗൈസ്, ടൈം ഇപ്പോൾ 3 മണിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഭയങ്കര വിശപ്പുണ്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി വീണ്ടും ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ബിരിയാണി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പുകൊണ്ട് കഴിച്ചതാണ്. ക്ലൈമറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊക്കെ പെയ്ത് മഴ തോർന്ന ആ ഒരു അന്തരീക്ഷമാണ്. പെരുമഴയൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ചാറ്റൽ മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. ചുരമൊക്കെ കയറുമ്പം അടിപൊളി വൈബായിരുന്നു. കാറിൽ പാട്ടൊക്കെ ഇട്ട് ഞാൻ നല്ല ഡാൻസൊക്കെ ചെയ്തിട്ടാണ് ചുരമൊക്കെ കയറിയത്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ വയനാട്ടിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ അത് ഫാമിലീൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ്. ഞാനും ഏട്ടനും കൂടെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാനിത് എന്ത് തേങ്ങയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. കാറിൽ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോമാളിക്കളികളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ എത്തിയത് സെക്കൻഡ് യൂപിൻ ടേണിലാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ അറിയാണ്ട് കാർ ഇവിടെ സൈഡാക്കി പോകും. കാരണം ഇവിടെ ഒരു നല്ല അടിപൊളി തട്ടുകട ഉണ്ട്. അവിടെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വയനാട്ടിലേക്ക് പോകുന്ന അധിക വണ്ടികളും ഇവിടെ സൈഡാക്കി ഇവിടെ ഒന്ന് ഇറങ്ങും. ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ചൂട് ചായ കിട്ടിയാൽ സൂപ്പറായിരിക്കും അല്ലേ? ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായ മാത്രമല്ല, ഇവിടുത്തെ ചില്ലലമരയിൽ നല്ല ചൂടുള്ള എണ്ണക്കടികൾ നമുക്ക് കിട്ടും. കണ്ടപാടെ ഞങ്ങൾ കണ്ണുപോയത് ആ മസാലയൊക്കെ തേച്ച് പുരട്ടി വെച്ചിരിക്കുന്ന കാടമുട്ടയിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ 2 ചായയും കാടമുട്ടയും വാങ്ങിച്ചു. ഇവിടെ ഇരുന്ന് കുടിക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് ചായ കുടിച്ചത്. ആ കാടമുട്ടയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത്രയും ടേസ്റ്റി മസാല തേച്ച കാടമുട്ട ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും അല്ല എന്ന് ഇത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് അവിടെയുള്ള ഒരു പയ്യൻ എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞെടുപ്പിച്ചതാണ്. എത്ര വീണേലും എടുത്തു തരാമെന്ന് പറഞ്ഞു അവൻ. ഞാൻ ഈ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളമൊന്നല്ല കേട്ടോ. അവിടെ അരുവി ഒഴുകുന്നുണ്ട്. അവിടുന്ന് ഡയറക്റ്റ് ആ പൈപ്പ് ഇട്ടിട്ട് നമുക്ക് കൈ കഴുകാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്ക് ഇതുപോലുള്ള ചില കൂട്ടുകാരെയൊക്കെ കാണും കേട്ടോ. ഞങ്ങൾ വണ്ടി സൈഡാക്കി പലയിടത്തും ഞങ്ങൾ വണ്ടി സൈഡാക്കി ഈ വെറ്റകളുടെ കളികളൊക്കെ കണ്ട് കുറേ നേരം നിന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. പക്ഷേ വല്ലാണ്ട് അങ്ങ് അടുത്തേക്ക് പോകാനും എനിക്ക് വലിയ ധൈര്യം പോരാ. കാരണം അറ്റാക്ക് ഇവിടെ നിന്ന് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാറും ബൈക്കൊക്കെ ഇവിടെ സൈഡാക്കുന്ന സമയത്ത് അവറ്റകൾ ഈ കാറിൻ്റെയും ബൈക്കിൻ്റെയും മേലൊക്കെ കയറിയിട്ട് പല കളികളും കളിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളിപ്പോൾ എത്തിയത് 9th ഹെയർപിൻ ടേണിലാണ്. അതായത് ഏറ്റവും ടോപ്പിൽ. സെക്കൻഡ് ഹെയർപിൻ ടേൺ പോലെ തന്നെ എല്ലാവരും ഇറങ്ങി കാണുന്ന ഒരു ടേണാണ് കേട്ടോ ഈ 9th ഹെയർപിൻ ടേൺ. ഏറ്റവും ടോപ്പിൽ നിന്ന് ആ താഴേക്കുള്ള വ്യൂ നല്ല രസമാണ് കാണാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കടയിൽ സൈഡാക്കിയിട്ട് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നൈറ്റ് കഴിക്കാൻ ഞങ്ങൾ ഫുഡ് അവിടെ ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിർത്തിയത്. നാളെ മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഫുഡും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ നമ്മുടെ റിസോർട്ടിലെത്തി കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു നല്ലൊരു അന്തരീക്ഷം. ഞങ്ങളവിടെ എത്തിയ സമയത്ത് അവിടെ മുന്നിലായിട്ട് കുറേ കാറുകളൊക്കെയാണ് കണ്ടത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറേ പേര് ഫാമിലീസായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്ന്.
ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി റിസോർട്ടിലേക്ക് പോവുകയാണ്. റിസോർട്ടിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, സിൽവാൻ. ഇത് ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഞാൻ സിൽവാൻ എന്ന് പറയാം. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഒരു വീടായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതാ കോലായിന്ന് ഹാളിലേക്ക് കയറി കേട്ടോ. നല്ല വിസ്താരമുള്ള ഹാളാണ്. ഒരു വലിയ TV ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാളിൽ നിന്ന് ഇനി നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പം വീടിൻ്റെ ഒരു നടുമുറ്റം പോലെയാണ് എനിക്ക് തോന്നിയത്. യാതൊരു വിധത്തിലുള്ള ബഹളങ്ങളോ നോയ്സോ ഒന്നും അവിടെ ഇല്ല കേട്ടോ. ഈ നടുമുറ്റത്താണ് അവർ പൂളും സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂള് വലിയ വലുപ്പമില്ല കേട്ടോ. പൂളൊരു മീഡിയം സൈസായിരുന്നു. ഇവിടെയൊക്കെ വേറെ ഫാമിലീസ് ഉണ്ട് കേട്ടോ. അവരുടെ കിച്ചണും ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഹോംലി ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ ആ ഒരു ആംബിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ഒരു മുറ്റും ആ ഒരു കോലായിയും പിന്നെ ആ ഹോളും ആ ഒരു നടുമുറ്റും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ഒരു സ്റ്റൈലിൽ എടുക്കാമെന്ന്. ഈ ഒരു സൈഡിലായിട്ട് ഒരു അടിപൊളി അക്വേറിയം ഉണ്ടായിരുന്നു. ഇനി നേരെ പോകുന്നത് നമ്മൾ റൂമിലേക്കാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. കയറിയപാട് ഞാൻ ചാടിക്കേറി ഇതാ ബെഡിലിരുന്നു. നമ്മുടെ ബിന്ദു പണിക്കർ പറഞ്ഞ പോലെ കുതിച്ചു വരുന്നൊരു ബെഡായിരുന്നു അത്. പിന്നെ TV, ഫാൻ, AC എല്ലാ സെറ്റപ്പും ഉണ്ട്. അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും ഉണ്ട്. ബെഡിൽ അവർ റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മണമൊന്നുമില്ല, എല്ലാം വാടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള കലാപരിപാടികളൊന്നും ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നാളെ മോർണിംഗിലുള്ള ചില കാര്യങ്ങൾ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സാധനം ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, പോയി കാണണേ. പിന്നെ അവിടെ ക്യാരംസ് കണ്ടപ്പോൾ ഞാനും ഏട്ടനും കൂടെ ക്യാരംസ് കളിച്ചു. ഈ കാണുന്നത് അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ടപ്പം ഞങ്ങൾ അവിടെ കയറി, അതിൻ്റെ മുകളിൽ കയറി. അപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മെല്ലെയാണ് കേട്ടോ കയറിയത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി നിന്ന് നോക്കിയാൽ ആ ഒരു റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മുകളിൽ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ താഴത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് കസാരയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ താഴേക്ക് പോന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. പ്രത്യേകിച്ച് വയനാടാണ്, അതിരാവിലെയാണ്, മഴയും പെയ്യുന്നുണ്ട്. ഞാനാകെ തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഏട്ടൻ പൂളിലിറങ്ങാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഏട്ടൻ ഞാനില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ഒറ്റയ്ക്കാണ് പൂളിലിറങ്ങിയത്. കുറേ വിളിച്ചിട്ട് തന്നെ. പക്ഷേ എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു, പൂളിലിറങ്ങിയാൽ മതിയായിരുന്നെന്ന്. പക്ഷെ ആ സമയത്താണെങ്കിൽ തണുത്തിട്ട് എൻ്റെ പല്ലൊക്കെ കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് പൂളിലിറങ്ങുന്നത് ചിന്തിക്കാനേ വയ്യായിരുന്നു. മാക്സിമം ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു പോരാൻ ഒരുങ്ങിയത്. നമ്മൾ കൊടുത്ത ക്യാഷിന് വേർത്തായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കിടിലൻ സ്ഥലമാണ് വയനാട്ടിലെ. നല്ല ആംബിയൻസ് ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്, തിരിച്ചു പോരുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.